ഹലോ വെൽക്കം ടു ഹെസാസ് വേൾഡ്. ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ലഞ്ച് പ്രിപ്പറേഷൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഉച്ചയൂണിന് വേണ്ടിയിട്ട് ഇടിച്ചക്ക വെച്ചിട്ട് ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇടിച്ചക്ക എന്ന് പറയുന്നത് ചെറിയ ചക്ക കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കുന്നതാണ് ഇടിച്ചക്ക ഉപ്പേരി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ചക്ക നോക്കിയിട്ട് പ്ലാവിൽ മേലിന് ഇടുന്നുണ്ട്. ഈ ഇടിച്ചക്ക ഉപ്പേരിക്ക് ആവശ്യമുള്ളത് ചെറിയ ചക്ക നോക്കിയിട്ട് വേണം പ്ലാവിൽ മേലിന് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഇട്ട ചക്ക നമ്മളൊന്ന് കട്ട് ചെയ്ത് നോക്കുകയാണ്. നോക്കി നോക്കുമ്പോൾ ചെറിയ ടൈപ്പായിരുന്നു, അധികം മൂത്തിട്ടില്ല, കൂടുതൽ കയ്പ്പും ഉണ്ടാവും. ചെറിയ ചക്ക നോക്കിയിട്ട് ഇടുകയാണെങ്കിൽ കൂടുതൽ കയ്പ്പായിരിക്കും. അപ്പോൾ ഏകദേശം മീഡിയം ടൈപ്പ് സൈസിലുള്ള ചക്ക വേണം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് പറ്റില്ല ഉപ്പേരിക്ക് വേണ്ടിയിട്ട് എന്ന്. അപ്പോൾ അടുത്തത് വേറൊരു ചക്കയും കൂടി ഇടാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ആദ്യം ഇട്ട പ്ലാവിൻ്റെ മുകളിൽ ഈ സൈസിലുള്ള ചക്ക ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ വേറെ പ്ലാവിൻ്റെ മേലെ നോക്കിയിട്ടാണ് ഒരു മീഡിയം സൈസ് ചക്ക നോക്കി ഇടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അപ്പോൾ ഈ ടൈപ്പിലുള്ള സൈസിലുള്ള ചക്ക വേണം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കുകയാണ്. ഭയങ്കര വളഞ്ഞിരിക്കും. അപ്പോൾ പുറത്ത് വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കട്ട് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ടൈപ്പിലുള്ള സൈസിലുള്ള ചക്ക തന്നെയാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള ചക്ക വേണം നോക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ അതിൻ്റെ നടുക്കൂന് പോലെ ഉള്ളതൊക്കെ മുറിച്ച് കളയണം. അതേപോലെ തന്നെ വളഞ്ഞെല്ലാം കളഞ്ഞിട്ട് വേണം ഇത് ഉപ്പേരിക്ക് വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ നമ്മൾ പിന്നെ അതിന് പുറഭാഗത്തുള്ള മുള്ള് പോലുള്ള സാധനം, പച്ച കളറുള്ള സാധനം മുറിച്ച് കളഞ്ഞിട്ടാണ് നമ്മൾ ഉപ്പേരിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. അതിനുശേഷം എല്ലാം കൂടി ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ അറിയാൻ പറ്റും ചെറിയ ചക്കയാണ്. എന്താ പറയുക, കുരുവൊക്കെ ഭയങ്കര ചെറുതാണ്, ഭയങ്കര ചള്ള് കുരുവാണ്. ഇതിനാണ് ഇടിച്ചക്ക ഉപ്പേരി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇടിച്ചക്ക എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 1 പയർ നല്ല ചൂട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ട് വെക്കാൻ വേണ്ടി മറന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. നല്ല തിളച്ച വെള്ളത്തിലിട്ട് വെച്ചാൽ നല്ല പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആവും ചെയ്യും, പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും. അതിന് ശേഷം ചക്ക വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വെക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ഇടണം. 2 തൊട്ട് 3 വിസിൽ വരെയെങ്കിലും വിസിലടിപ്പിക്കണം, എന്നാലാണ് അതൊന്ന് നന്നായിട്ട് കുക്കായി വരുള്ളൂ. നമ്മളുടെ ഇടിച്ചക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ നന്നായിട്ട് സ്മാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യാനായിട്ട് എളുപ്പം. ഇങ്ങനെ വെന്തതിന് ശേഷം നന്നായി സ്മാഷ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ചെറിയ ചെറിയായിട്ട് പീസായിട്ട് നമുക്ക് കിട്ടും. അപ്പോഴാണ് കൂടുതൽ ഇടിച്ചക്ക ഉപ്പേരി വെക്കുമ്പോൾ ടേസ്റ്റ്. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് സ്മാഷ് ചെയ്യാൻ നോക്കി. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് തോന്നി, കാരണം ചക്ക കുറച്ച് ഹാർഡാണല്ലോ. അതിനുശേഷം ഇടിക്കുന്ന സാധനം വെച്ചിട്ടാണ് ഞാനൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുന്നത്. അതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ ഇടിച്ചക്കൊക്കെ നന്നായിട്ട് തന്നെ ഇടിച്ചിട്ട് ഒരു പരുവാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി, ചെറിയുള്ളി, ഉണക്കമുളകും കൂടി നന്നായിട്ട് ഇട്ട് ചതക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇടിച്ചക്കയ്ക്ക് നന്നായിട്ട് വെള്ളം ഊർന്നു വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഉച്ചയ്ക്ക് വേണ്ടി അയില മീനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, അത് നന്നായി മസാല പരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പേരിക്ക് വേണ്ടി ഉണക്കപ്പയർ ഒന്ന് വേവിച്ചിട്ട് ഈ ഇടിച്ചക്കയുടെ കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനാണ് വെച്ചിട്ടുള്ളത്. അതിലോട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കടുകിട്ട് പൊട്ടിക്കണം.
കടുകെല്ലാം നന്നായിട്ട് തന്നെ പൊട്ടി വന്നിട്ടുണ്ട്. അതിന് ശേഷം ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഉണക്കമുളകും അതിലോട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അതും ചേർത്തിട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം. ഉപ്പേരിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൂട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയ ഉള്ളി നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. മൂപ്പിക്കാൻ വേണ്ടിയിട്ട് നന്നായി ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത്രയും ടേസ്റ്റാണ് ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞാൽ. പിന്നെ അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായി മൂത്ത് വരുമ്പോൾ നല്ല സ്മെല്ലാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് മുളക് പൊടി കൂടി ചേർത്തിട്ട് മൂപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോകണം. ഈ ഒരു ഫ്രൈ പാനിൽ ഇളക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് നേരെ കുക്കറിലിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഇടിച്ചക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ചക്കയുടെ സീസണായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീടുകളിലും തന്നെ ചക്ക ഉണ്ടാവും. അപ്പോൾ ഒരു മിതമായിട്ടുള്ള സൈസിലുള്ള ചക്ക നോക്കിയിട്ട് തന്നെ ഈ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് എടുക്കണം. അപ്പോൾ ഇടിച്ചക്കയുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ പാനിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചോറെല്ലാം ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ കറിയായിട്ട് തലേദിവസം കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കറി വെച്ചിട്ടാണ് ഇന്നത്തെ ലഞ്ച് കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത വീഡിയോയും കാണുന്നവരേക്കും ടാറ്റാ, ബൈ.